ചീറിപ്പായുന്ന വാഹനങ്ങളില്ല, ആ വാഹനങ്ങളിൽ നിന്ന് വരുന്ന കാതടിപ്പിക്കുന്ന ഹോങ്കിങ് ഇല്ല. ഇങ്ങനെയുള്ള ശാന്തമായ ഒരു സ്ഥലത്ത് ജീവിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ആ ആഗ്രഹങ്ങള് മിസ്യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഫേക്ക് ഏജൻസീസ് നമ്മുടെ നാട്ടിൽ മുളപൊട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കണക്ക് പ്രകാരം 10,000 ഫേക്ക് ഏജൻസീസ് ആണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5,000 കോടിയിലധികം പൈസ ഈ ഫേക്ക് ഏജൻസീസ് പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന്, മിഡിൽ ക്ലാസ്സും അല്ലാത്ത ആളുകളിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ ഏജൻസികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം, നിങ്ങൾ ഈ ഓരോ യൂറോപ്പ് ഏജൻസിയിലോട്ടും വന്നു ചേരുന്നത് ഡിഫറെൻറ്റ് വേയിലായിരിക്കും. അതായത് നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിക്കേഷനിലായിരിക്കും, ഫേസ്ബുക്കിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും വിളിച്ചതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു ഏജൻസി കണ്ടുപിടിച്ച് നിങ്ങൾ അവരുടെ അടുത്ത് പോയതായിരിക്കും. ഏത് വിധേന നിങ്ങൾ ആ ഏജൻസിനെ കണ്ടുപിടിച്ചാണെങ്കിലും ആ ഏജൻസിയുടെ കമ്പനി രജിസ്ട്രേഷൻ, GST സർട്ടിഫിക്കേഷൻ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജന്റ് സർട്ടിഫിക്കേഷൻ ആൻഡ് ലൈസൻസ് നമ്പർ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത് ചോദിക്കാനായിട്ട് പലരും മടിക്കും. കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഏജൻസി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തരില്ല, അല്ലെങ്കിൽ അയ്യോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓപ്പർച്യൂണിറ്റി മിസ്സാവുമെന്ന് നിങ്ങൾ ഭയം ഉണ്ടാവും. നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ കടയിൽ പോയിട്ട് ഒരു 10 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും ആ പ്രോഡക്റ്റ് ശരിയല്ലെങ്കിൽ, ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും കമ്പനി പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ ആ പ്രോഡക്റ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ കമ്പനിക്കാരോട് പോയിട്ട് എത്ര വഴക്കിടാറുണ്ട്. അപ്പോൾ നിങ്ങൾ 5 ലക്ഷവും 10 ലക്ഷവും കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൂടാ? അപ്പോൾ ഒരു കമ്പനി രജിസ്ട്രേഷൻ, GST ഡീറ്റെയിൽസ് പ്ലസ് റിക്രൂട്ടിംഗ് ഏജന്റിന്റെ സർട്ടിഫിക്കേഷൻ പ്ലസ് അതിന്റെ നമ്പർ, ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വാങ്ങിയാൽ മാത്രം പോരാ. കാരണം ഈ ഏജൻസിയുടെ ഒക്കെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇല്ലാത്തൊരു ഓഫർ ലെറ്റർ, ഇല്ലാത്തൊരു വർക്ക് പെർമിറ്റ് അടിപൊളിയായിട്ട് ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതിൽ ഇവർ ഭയങ്കര മിടുക്കന്മാരാണ്. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കണ്ട വഴിക്ക് ഓക്കെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ഇനി ഞാനൊന്നും നോക്കണ്ടെന്ന് വിചാരിക്കരുത്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. GST സർട്ടിഫിക്കറ്റ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും, കമ്പനി രജിസ്ട്രേഷൻ നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. മൈഗ്രേറ്റ് വെബ്സൈറ്റിനകത്ത് റിക്രൂട്ടിംഗ് ഏജന്റിന്റെ സർട്ടിഫിക്കേഷൻ വാലിഡ് ആണെന്ന് നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്ക് ഒരു പരിധിക്ക് മേലെ കോൾസ് എടുക്കാൻ പറ്റില്ല. എന്നാലും കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് ഒരുപാട് കോൾസ് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അഡ്വൈസസ് ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈ ഏജൻസ് എല്ലാം നിങ്ങളെ ഇമെയിലിലൂടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ ഇമെയിലിലൂടെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ ഇമെയിലിന്റെ ഡൊമൈൻ ഒന്നും നോക്കുന്നതിൽ തെറ്റില്ല. കാരണം എല്ലാവരും ജിമെയിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ ഡൊമൈൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സോ ആൻഡ് സോ ഏജൻസി ആണെങ്കിൽ അത് രജിസ്റ്റേർഡ് ആണെങ്കിൽ ഒരു ഡൊമൈൻ വാങ്ങാനായിട്ട് 1000 രൂപയ്ക്ക് ഡൊമൈൻ വാങ്ങാൻ പറ്റാത്ത കമ്പനീസ് അല്ല ഏജൻസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡൊമൈൻ നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് മാത്രമല്ല, ഒരു കമ്പനിയുടെ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ആ കമ്പനിയുടെ ലോഗോ, ആ കമ്പനിയുടെ പേര് എഴുതിയിരിക്കുന്ന സ്റ്റൈൽ, ഇതെല്ലാം നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല, ജസ്റ്റ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് വരും. അവരുടെ കരിയർ സൈറ്റ്, ആ കരിയർ സെക്ഷനിൽ പോയിട്ട് ആ ഓപ്പർച്യൂണിറ്റി അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ പിന്നെ ഈ കമ്പനിക്കാരോടൊക്കെ ഈ ഏജൻസിനോട് ചോദിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവർ പറയും ഞങ്ങൾ 10 വർഷമായി, അല്ലെങ്കിൽ 8 വർഷമായി, 5 വർഷമായി, 4 വർഷമായി എന്ന് പറയും. ശരി, നിങ്ങൾ എത്ര പേർക്ക് ഇതുവരെ ജോലി കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ അവരൊരു ലിസ്റ്റ് തരും, ഞങ്ങൾ ഒരുപാട് പേർക്കെന്ന്. അപ്പോൾ അവരൊരു നമ്പർ പറയുമല്ലോ, ആ നമ്പർ ചോദിക്കുക. ആ നമ്പർ ചോദിക്കുമ്പോൾ അവരോട് നിങ്ങൾക്ക് ഓഫർ ചെയ്ത ജോലി ഇതിന് മുന്നേ കൊടുത്തിട്ടുള്ള ഒരു 1 അല്ലെങ്കിൽ 5 പേരെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഈ ഏജൻസീസ് ഒക്കെ തരുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. ഈ വാട്സപ്പിന്റെ ഒന്ന് കൺട്രി കോഡ് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ വാട്സപ്പ് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം ഞാൻ നെതർലൻഡ്സിലുള്ളത്, ഞാൻ ഇന്ത്യൻ വാട്സപ്പ് നമ്പറാണ് യൂസ് ചെയ്യുന്നത്. വാട്സപ്പിന് പ്രത്യേകിച്ച് അങ്ങനത്തെ റൂൾസ് ഒന്നുമില്ല, എവിടെ വേണമെങ്കിൽ ഏത് നമ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടിയ വഴിക്ക് വാട്സപ്പിലല്ല നിങ്ങൾ കോൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചോദിക്കേണ്ടത് റിയൽ ആയിട്ട് നോർമൽ കോൾ ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ, വാട്സപ്പ് കോൾ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. സൂം കോൾ നിങ്ങൾക്ക് ഓഡിയോ കോൾ ആണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, റെഗുലർ കോൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ 5 ലക്ഷം കൊടുക്കാൻ റെഡി ആയിട്ട് പോകുന്ന ആളുകളല്ലേ. നിങ്ങൾക്കൊരു കോള് യൂറോപ്പിലോട്ട് ചെയ്യാൻ എത്ര പൈസയാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? 100 രൂപ, 500 രൂപ, അല്ലെങ്കിൽ 1000 രൂപ. അത് 1000 രൂപ ചിലവാക്കാൻ നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾക്ക് ആ കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നമ്പർ എനിക്ക് പെങ്ങി ഞാൻ കോൾ ചെയ്ത് തരാം. എനിക്ക് ഫ്രീ ആയിട്ട് അക്രോസ് യൂറോപ്പ് കോൾ ഫെസിലിറ്റി ഉണ്ട്, എനിക്ക് കോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരൊറ്റ കോളിൽ ആ കോള് നിങ്ങൾ നമ്പർ ചോദിക്കുമ്പോൾ അവർ തരുന്നില്ലെങ്കിൽ, ഇതൊക്കെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് സാറ്റിസ്ഫാക്ടറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് റിയൽ അല്ല, ആ ഏജൻസി ഫേക്ക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ഏജൻസീസിന്റെ ടാക്ടിക്സ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഫുൾ എമൗണ്ട് നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്താലേ നിങ്ങൾ പറ്റിക്കപ്പെടൂ എന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണ്ട. ഇവരൊക്കെ പലതരം ടാക്ടിക്സ് ആണ്. അതായത് ഒരു 1000 പേരുടെ അടുത്തുനിന്ന് 15,000 രൂപ വീതം കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ 500 പേരുടെ അടുത്ത് 50,000 രൂപ കളക്ട് ചെയ്യുക. ഇങ്ങനത്തെ പല ടാക്ടിക്സും ഒരു ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആ എമൗണ്ട് അവർക്ക് കിട്ടുമ്പോൾ അവർ ആ കമ്പനി പൂട്ടി പോവാണ് ഓൾമോസ്റ്റ് എല്ലാ ഏജൻസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരേ ഒരു ഓഫർ ലെറ്റർ, ആർക്കോ കൊടുത്ത ഒരേ ഒരു ഓഫർ ലെറ്റർ പിന്നെയും ഫോട്ടോഷോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ കോപ്പി തന്നിട്ട് ഇതാണ് ഇതിന്റെ മുന്നേ കൊടുത്ത ജോലി എന്ന് പറഞ്ഞിട്ട് അതിന്റെ വേറെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യാൻ സമ്മതിക്കാണ്ട് അത് കാണിച്ച് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവരെയും പേടിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് അപ്ലൈ ചെയ്തു, നിങ്ങളുടെ ഫ്രണ്ട് പേയ്മെന്റ് ചെയ്തു, നിങ്ങളിപ്പോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ലോസ് ആവും. നിങ്ങൾ പേടിക്കല്ലേ, നിങ്ങൾ ഹറിയല്ലേ. ഞാൻ ഇത്രയും സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ള അല്ല ഇന്ത്യയിലുള്ള എല്ലാ ഏജൻസും ഫേക്കാന്ന് ഞാൻ പറയാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഫേക്ക് ഏജൻസ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അവർ എസ്കേപ്പ് ആവും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും മുട്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് എസ്കേപ്പ് ആവും. റിയൽ ഏജൻസ് ആണെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒന്നും തരുന്നതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങാൻ പോവാണ്, നിങ്ങളൊരു TV വാങ്ങാൻ പോവാണ് ഒരു കടയിൽ, ആ TV വർക്ക് ആവുന്നുണ്ടോ, ആ ഫ്രിഡ്ജ് വർക്ക് ആവുന്നുണ്ടോ എന്ന് എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. TV വർക്ക് ആവോ ഇല്ലേ നോക്കാണ്ട് നിങ്ങൾ TV വാങ്ങാറുണ്ട്. ഒരു തീപ്പെട്ടി വാങ്ങുമ്പോൾ ആ തീപ്പെട്ടി കത്തുന്നുണ്ടോ നിങ്ങൾ ഉറച്ചു നോക്കാറില്ലേ? അപ്പൊ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാണ്ട് ഹറിബറിയിൽ പോയിട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ്. നിങ്ങൾക്ക് നേടാനുള്ള ജോലി, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസയാണ്. നിങ്ങൾ ആ പൈസ കൊടുക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. പറ്റിക്കപ്പെട്ടവർ അവിടെ നിൽക്കട്ടെ, അവർക്ക് ആ പൈസ തിരിച്ചെടുക്കാനായിട്ട് ലീഗൽ വേയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ചെയ്യുക. ഇനിയും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.